കണ്ണൂരിലെ രാമന്തളി ഗ്രാമം ഞെട്ടലിലാണ്. എന്തിന് കലാധരൻ ഇങ്ങനെ ചെയ്തു? കണ്ടെത്തിയത് പുറത്തുപോയി മടങ്ങിയെത്തിയ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെയും മകന്റെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ കണ്ട് ഞെട്ടിവിറച്ചു. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും ചോദിച്ചത് ഇത് തന്നെ. എന്തിനാ ഈ കടും കൈ? എന്തിന് കുടുംബം മരണത്തിൽ അഭയം തേടി? കലാധരനെ അലട്ടിയതെന്താണ്? വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് കുട്ടികളുടെ അമ്മയ്ക്കെതിരെയാണ്. ഒരു ബന്ധുവിന്റെ പ്രതികരണമുണ്ട്, കേൾക്കാം. കുട്ടീനെ തരില്ല, കുട്ടികളെ തരില്ല, ഇങ്ങോട്ട് തരില്ല. കുട്ടികളാണെങ്കിൽ ഈടുന്ന് കളിച്ച് വളർന്ന കുട്ടികൾക്ക് അവിടെ ഇഷ്ടമല്ല, അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഈ മൂത്ത കുട്ടിക്ക് പ്രത്യേകിച്ചും ഇവിടെ തന്നെ കളിച്ച് വളർന്ന കുട്ടിയാണ്. അങ്ങനെ ഇവിടുന്ന് കൂട്ടിപ്പോയതിന് ശേഷം ഈ കുട്ടീനെ സ്കൂളിലൊന്നും പറഞ്ഞേക്കലൊന്നുമില്ല. 5-8 മാസം 5-10 മാസം സ്കൂളിൽ നിന്ന് പോകാണ്ട് കുട്ടി അവിടെയുണ്ട് ഇവിടെയുണ്ട് കണ്ട് ഏതെങ്കിലും വീട്ടിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ കുട്ടീനെ കാര്യമായ രീതിയിൽ സ്കൂളിൽ പറഞ്ഞേക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നപ്പോൾ ഇവന് കൂടുതൽ വേദന ഉണ്ടായി. അങ്ങനെ ഇവൻ പോയിട്ട് ഈ കുടുംബ കോടതിയിൽ ഒരു കേസുണ്ടല്ലോ, അതിൽ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിൽക്കാം, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിൽക്കാൻ കൊണ്ടുവരാൻ, കുട്ടികളെ കാണാനുമില്ല അനുമതി കിട്ടി. അതിനുശേഷം കുറേശ്ശെ പോയിട്ട് കണ്ട് അവർക്കൊരു ഉഷാറായി, കാണുമ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു പെറ്റീഷൻ, കുഞ്ഞിനെ തരാൻ പറ്റില്ല. കലാധരന്റെ അമ്മയുടെ സഹോദരന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. വീട്ടുവഴക്കിലും വിവാഹമോചന കേസിലും ബുദ്ധിമുട്ടുകയായിരുന്നു കലാധരൻ. കുട്ടികളെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന കോടതി ഉത്തരവ് കലാധരന് വല്ലാതെ അലട്ടിയിരുന്നു. കോടതി ഉത്തരവ് വന്നതോടെ കുട്ടികളെ വിട്ടുതരാൻ ഭാര്യ ഫോണിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടു. കുട്ടികൾ കലാധരനൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് ഇടപെടലുമുണ്ടായി. ഇതോടെ കലാധരൻ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കലാധരന്റെ അമ്മയും മകനൊപ്പം കൂടി. ഈ നാട്ടുകാരെല്ലാവരും ഞെട്ടലിലാണ്. ഒരു നാട്ടുകാരന്റെ പ്രതികരണം കേൾക്കാം. അതായത് ഞാനിതറിയുന്നത് രാത്രി 8:30 കൂടിയാണ്. അതായത് കലാധരൻ്റെ അച്ഛൻ വന്ന് റൂം വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അവസാനം അവൻ റൂം തുറന്ന് ഉള്ളിൽ കയറി നോക്കി, ഉള്ളിൽ കയറി വിളിച്ചിട്ട് അനങ്ങുന്നില്ല. കുളിച്ച് പുറത്തേക്ക് വന്ന് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലെറ്റർ കണ്ടു. ആ ലെറ്റർ നോക്കുമ്പോഴത്തേക്ക് ഭാര്യ വീട്ടുകാരൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ കൊണ്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വിവരം കൊടുത്ത് പോലീസുകാരും കൂടെ കൂട്ടി വന്നതിന് ശേഷമാണ് സംഗതി ഞാൻ അറിയുന്നത്. അപ്പോൾ നിലവിളി കേട്ടിട്ടാണ് ഞാൻ അപ്പുറത്ത് ഓടി വന്നത്. എന്നിട്ട് പോലീസുകാർ വന്നു, ഞാൻ അടക്കം കയറി ബോഡി കൊണ്ടു. അത് സഹിക്കാൻ പറ്റാത്ത രംഗമായിരുന്നു. വീട്ടിൽ നിന്ന് കീടനാശിനിയും കുപ്പിയും പാലും കണ്ടെടുത്തു. കുട്ടികൾക്ക് പാലിൽ വിഷം ചേർത്ത് നൽകി അമ്മയും മകനും ഫാനിൽ കെട്ടിത്തൂങ്ങിയെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. മക്കളെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് സഹിക്കാനാവാതെ കലാധരൻ ചെയ്ത കടും കൈ. ഭർത്താവിനെതിരെ നിരന്തരം പരാതി നൽകി വിഷമിപ്പിച്ച ഭാര്യ. ഒരു നിമിഷത്തെ വൈകാരികത ലോകം കണ്ടു തുടങ്ങിയിട്ടേയുള്ളൂ ഹിമയും കണ്ണനും. ഒന്നുമറിയാത്ത പ്രായത്തിൽ ലോകത്തിൽ നിന്ന് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വിട്ടുപോവേണ്ടി വന്നു.